വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇടുക്കി മുള്ളരിങ്ങാട് അമേൽ തൊട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ വീണ്ടും പ്രതിഷേധം. തൊടുപുഴ താലൂക്ക് ആശുപത്രിയുടെ മോർച്ചറിക്ക് മുന്നിലാണ് UDF LDF പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. വിവരങ്ങളുമായി രാഹുൽ വിജയൻ മോർച്ചറിക്ക് മുമ്പിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടു, നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ. ഇപ്പോൾ വീണ്ടും പ്രതിഷേധം ശക്തമാവുന്നു. എന്താണ് കാണാൻ കഴിയുന്ന കാഴ്ചകൾ? കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടമാവുന്ന പശ്ചാത്തലത്തിൽ വരുന്ന പ്രതിഷേധം. രാഹുൽ വിജയൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDFന്റെ നേതൃത്വത്തിൽ ഈ മോർച്ചറിക്ക് മുമ്പിലുള്ള പ്രതിഷേധം, കുത്തിയിരുന്നുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുകയായിരുന്നു. അതിനിടയിൽ ഡീൻ കുര്യാക്കോസ് MP മാധ്യമങ്ങളെ കണ്ടു. അതായത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നഷ്ടപരിഹാരത്തുക കൊടുക്കുന്നതിനുള്ളൊരു നടപടി ഉണ്ടാകുന്നില്ല, അതിന് കാലതാമസം നേരിടുന്നു. ഈ സംഭവം നടന്ന 6 മണിക്കൂർ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നായിരുന്നു ഡീൻ കുര്യാക്കോസ് MP ചോദിച്ചത്. അതിനിടയിലാണ് CPM പ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചത്. അതായത് ഇവിടെ ഒരു MLA ഉണ്ട്, MLA എവിടെ പോയിരിക്കുകയാണ്, ഏതെങ്കിലും ആവശ്യഘട്ടങ്ങളിൽ MLAനെ കാണാൻ കിട്ടുന്നില്ല. പിന്നെ അത് പറഞ്ഞുള്ള വാക്കുതർക്കമായിരുന്നു. രണ്ട് UDF LDF പ്രവർത്തകർ ചേരിതിരിഞ്ഞുകൊണ്ടുള്ള ആ വാക്കുതർക്കമായിരുന്നു കാണാൻ സാധിച്ചത്. നിലവിൽ ഇപ്പോൾ എന്തായാലും പോലീസും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളും ഇടപെട്ടുകൊണ്ട് ഇവരുടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധം, ചേരിതിരിഞ്ഞുകൊണ്ടുള്ള തർക്കം എന്തായാലും അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ UDF പ്രവർത്തകരുടെ ഈ മോർച്ചറിക്ക് മുൻപിലെ പ്രതിഷേധം അങ്ങനെ തന്നെ തുടരുകയാണ്. നഷ്ടപരിഹാര തുക കൊടുക്കുന്നതിൽ ഒരു തീരുമാനം ഉണ്ടാകാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഡീൻ കുര്യാക്കോസ് MPയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ DFO അടക്കമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തണം. ധനസഹായം നൽകുന്നതിലുള്ള 10 ലക്ഷം രൂപ ധനസഹായം നൽകുന്നതിനുള്ള തീരുമാനം അടിയന്തരമായും കൈക്കൊള്ളണം എന്നുള്ളതാണ് പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് വൈകിട്ട് 3:30 കാട്ടാന ആക്രമണത്തിൽ മുള്ളരിങ്ങാട് സ്വദേശി അമർ മരിക്കുന്നത്. അതിനുശേഷം ഈ തേക്ക് പ്ലാന്റേഷൻ വെച്ചാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, മൻസൂർ എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു. മൻസൂർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് മൻസൂർ ഈ വനത്തിന് പുറത്തിറങ്ങി നാട്ടുകാരോട് പറഞ്ഞ് ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ട്, കാട്ടാന ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നാട്ടുകാരെത്തി ഈ അമറിനെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും അമറിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതിന് പിന്നാലെയാണ് യൂത്ത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടായത്. എന്തായാലും നിലവിൽ ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്ന് നടക്കും. അതിനുള്ള സജ്ജീകരണങ്ങൾ, വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് കാലതാമസം ഉണ്ടാകരുത് എന്നുള്ളൊരു നിയമം മുൻനിർത്തിക്കൊണ്ട് ഇന്ന് രാത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടി അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവ് കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ തുടങ്ങിയതിന് പിന്നാലെയാണ് മോർച്ചറിക്ക് മുൻപിൽ UDF പ്രവർത്തകരുടെ പ്രതിഷേധം തുടങ്ങിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി മൃതദേഹം വിട്ടു നൽകണമെങ്കിൽ ഈ നഷ്ടപരിഹാര തുക കൊടുക്കുന്നതിൽ ഒരു തീരുമാനം ഉണ്ടാകണം, എങ്കിൽ മാത്രമേ ഈ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഇതിനിടെ CCF നമ്മളോടൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഈ വനമേഖലയിൽ നടന്നിരിക്കുന്ന റിസർവ് ഫോറസ്റ്റിലാണ് ഈ കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാര തുക കൊടുക്കാൻ കഴിയില്ല, വനംവകുപ്പിന് കൊടുക്കാൻ കഴിയില്ല. ദുരന്ത നിവാരണ അതോറിറ്റി ഏതെങ്കിലും വകുപ്പിൽ ഉൾപ്പെടുത്തി പണം നൽകുകയാണെങ്കിൽ മാത്രമേ ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കിട്ടുകയുള്ളൂ. റിസർവ് ഫോറസ്റ്റ് ആയതുകൊണ്ട് അതിക്രമിച്ച് കയറി അതുകൊണ്ടും കാട്ടാന ആക്രമണം അങ്ങനെ ഉണ്ടായതുകൊണ്ടും നഷ്ടപരിഹാരം കൊടുക്കാൻ വനംവകുപ്പിന് യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല ഈ മുള്ളരിങ്ങാട് മേഖലയിലെ കാട്ടാനകളെ തുരത്താനുള്ള നടപടി വനംവകുപ്പ് തുടരുകയായിരുന്നു. അതിനിടയിലുണ്ടായ ഈ ഒരു സംഭവം അത്യന്തം ദുഃഖകരമാണെന്നും CCF വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടയിൽ തന്നെ ഈ നഷ്ടപരിഹാര തുക കൊടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതൊക്കെയാണ് ഈ പ്രതിഷേധം ഇപ്പോഴും ഇങ്ങനെ തുടരാൻ വേണ്ടിയുള്ള. നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണമെന്നുള്ളതാണ് ഇപ്പോഴും വരുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അതിന് അത്തരത്തിൽ എന്തെങ്കിലും ഉറപ്പുകൾ നൽകാനുള്ള ആലോചനയോ കാര്യങ്ങളോ നടക്കുന്നുണ്ടോ? DFO സ്ഥലത്തേക്ക് എത്തണം എന്നുള്ള ആവശ്യമൊക്കെ പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. അത്തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അതുപോലെ ഈ വണ്ണപ്പുറം പഞ്ചായത്തിൽ നാളെ LDFന്റെയും UDFന്റെയും NDAയുടെയും ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ രാഹുൽ. DFO അല്പസമയത്തിനകം തന്നെ ഈ സ്ഥലത്തേക്ക് എത്തും, മോർച്ചറി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു പക്ഷേ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്ന് ഈ തുക, നഷ്ടപരിഹാര തുക കൈമാറാനുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. അതിന് വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെയായിരിക്കും ഒരു നഷ്ടപരിഹാര തുക കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം CCF തന്നെ പറഞ്ഞിട്ടുണ്ട്, വനമേഖലയിൽ നടന്നൊരു അപകടമായി
ആയതുകൊണ്ട് തന്നെ, കാട്ടാന ആക്രമണം ആയതുകൊണ്ട് തന്നെ വനം വകുപ്പിന് നഷ്ടപരിഹാരത്തുക കൊടുക്കാനുള്ളൊരു സാഹചര്യമില്ല, അല്ലെങ്കിൽ അത്തരമൊരു നിർവാഹമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഈ പ്രതിഷേധം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്ന് ഈ തുക ഒരുപക്ഷെ കൈമാറാനുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ അത്തരമൊരു പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടായേക്കുമെന്നുള്ള സൂചന CPM നേതാക്കളിൽ നിന്നടക്കം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. വനമന്ത്രിയുടെ ഒരു പത്രക്കുറിപ്പ് പുറത്തു വന്നിരുന്നു. അതാണ് ഈ പ്രതിഷേധത്തിന് കൂടുതൽ ഇടയാക്കിയത്. കാരണം ഈ അപകടമുണ്ടായത് വനമേഖലയിലാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് ആദ്യ വരിയിൽ തന്നെ പറഞ്ഞുകൊണ്ടുള്ളൊരു പത്രക്കുറിപ്പാണ് പുറത്തു വന്നത്. അതാണ് ഈ പ്രതിഷേധം ഇത്രയും കടുപ്പിക്കാൻ UDF-നെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് അവർ തന്നെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും നാളെ രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകുകയാണ്. നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ ഇന്ന് തീരുമാനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നു. മോർച്ചറിക്ക് മുമ്പിൽ ഇപ്പോഴും പ്രതിഷേധം നടക്കുകയാണ്. UDF LDF പ്രവർത്തകർ ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന നിലയിലേക്ക് നേരത്തെ കാര്യങ്ങൾ പോയിരുന്നു. PJ ജോസഫ് MLA എവിടെ എന്നുള്ളതാണ് LDF പ്രവർത്തകർ ചോദിക്കുന്നത്. അതുപോലെ സർക്കാരിനെതിരെ മുദ്രാവാക്യവുമായി UDF പ്രവർത്തകരും അവിടെയുണ്ട്. അതിന്റെ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു രാഹുൽ വിജയൻ. വനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്ന കാര്യം വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരെ അറിയിക്കാം. ഈ കാട്ടാനാക്രമണത്തിൽ 23 വയസ്സുള്ള യുവാവ് മരിച്ച സംഭവത്തിൽ മരണപ്പെട്ട അമർ ഇലാഹി എന്ന യുവാവിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചിരിക്കുന്നു. ദുരന്ത നിവാരണ വകുപ്പുമായി ചർച്ച നടത്തിയ ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഈ തുക ഉടൻ തന്നെ കുടുംബത്തിന് നൽകും എന്നാണ് വനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. അതുപോലെ സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്നും മന്ത്രി വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രദേശത്ത് കൂടുതൽ ജാഗ്രത പുലർത്താനും മന്ത്രി നിർദ്ദേശിച്ചു. നേരത്തെ അല്പസമയം മുമ്പ് പ്രേക്ഷകർ കണ്ടിരുന്നു, മോർച്ചറിക്ക് മുമ്പിൽ, ആശുപത്രി മോർച്ചറിക്ക് മുമ്പിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം UDF-ന്റെ ഒക്കെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നതാണ്. ഈ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ മൃതദേഹം വിട്ടു നൽകാൻ അനുവദിക്കില്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത് 10 ലക്ഷം രൂപ ധനസഹായം ഉടൻ ഈ യുവാവിൻ്റെ കുടുംബത്തിന് കൈമാറും എന്നാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നൃത്തപരിപാടിക്കിടെ ഗ്യാലറിയിൽ നിന്ന് വീണ് തൃക്കാക്കര MLA ഉമാ തോമസിന് ഗുരുതര പരിക്ക്. തലയ്ക്കും നട്ടെല്ലിനും ശ്വാസകോശത്തിനും പരിക്കേറ്റ MLA-യെ റിനൈ മെഡിസിറ്റിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കുകയാണ്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് പറയാനാകില്ല എങ്കിലും അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ല എന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. MLA വന്നപ്പോ ഒരു 15 അടി പൊക്കത്തിൽ നിന്ന് വീണിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വന്നപ്പോ ഞങ്ങൾക്കൊരു GCS എന്ന് പറയും, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയും, ബ്രെയിനിന്റെ ഇഞ്ചുറിയും അതിന്റെ ഡെപ്ത് അളക്കുന്നതാണ്. 15-ൽ 8 ആയിട്ടാണ് വന്നത്. വന്ന് അത്രയും 8 ആയപ്പോഴാണ് നമ്മൾ വെന്റിലേറ്റ് ചെയ്തിട്ടാണ്, സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ് സ്കാനിന് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ സ്കാനിൽ നമുക്ക് കുറച്ച് ബ്രെയിൻ ഇഞ്ചുറി ഉണ്ട്, സ്പൈനിലും ചെറിയൊരു ഫ്രാക്ചർ സെർവൈക്കലിൽ കാണുന്നുണ്ട്, പിന്നെ ലങ്സിനകത്തും ഇഞ്ചുറി ഉണ്ട്. ലങ്സിനകത്ത് ഇഞ്ചുറി, ലങ്സ് കുറച്ച് ഫ്രാക്ചേഴ്സ് ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ ലങ്സ് കൊണ്ട് റിബ്സ് കൊണ്ടിട്ട് ലങ്സിനകത്ത് കേടുപാടുകൾ ഉണ്ടായിട്ട് കുറച്ച് രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രക്തം ലങ്സിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ആള് വെന്റിലേറ്ററിലാണ്. നമ്മളിപ്പോൾ ഒരു ഇന്റർവെൻഷനോ ഒരു സർജറിയുടെ അത്യാവശ്യമായിട്ടൊന്നും കാണുന്നില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഉടൻ കൊച്ചിയിലെത്തും. ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കുമെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കാര്യങ്ങൾ തന്നെ മെഡിക്കൽ സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ അവർ പുറത്തിറക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ എല്ലാവരും കൂടിയാലോചിച്ചിട്ട് ലഭ്യമായ റിപ്പോർട്ടുകൾ എറണാകുളം ജില്ലയിൽ ഏറ്റവും മികച്ച ഡോക്ടർമാരുമായിട്ടുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇന്റർ ഡിസിപ്ലിനറി മെഡിക്കൽ ടീം, വിദഗ്ധരുടെ ടീം അവരൊരു 11 മണിക്ക് മുമ്പായിട്ട് ഇവിടെ എത്തിച്ചേരും. അവരും കൺസൾട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടുത്തെ സംവിധാനങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ തന്നെയായിരിക്കും നല്ലതെന്നാണ് അഡ്വൈസ് ഉള്ളത്. മറ്റു ഡോക്ടർമാർ, ഞങ്ങൾ സംസാരിച്ച മറ്റു ഡോക്ടർമാരും ഇവർ അഡ്വൈസ് ചെയ്ത അതേ ട്രീറ്റ്മെന്റ് രീതി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആ ടീം കൂടി വന്നതിന് ശേഷം അവർ കൂടി ആലോചിച്ചിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള ചികിത്സാ രീതി നിശ്ചയിക്കും. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒബ്സർവേഷൻ തുടരുക എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ അവർ നോക്കുന്നുണ്ട്. കലൂർ സ്റ്റേഡിയത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് ഹൈബീഡൻ MP പറഞ്ഞു. 20 അടി പൊക്കത്തിൽ നിന്നാണ് MLA ശ്രീമതി ഉമാ തോമസ് വീണത്. പ്രധാനമായും ഹെഡ് ഇഞ്ചുറി ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് പല ഭാഗങ്ങളിലും പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വൈദഗ്ധ്യം നിറഞ്ഞ ചികിത്സയാണ് നൽകുന്നത്. CT സ്കാൻ എടുത്തു. അതിനെ തുടർന്നുള്ള ഒബ്സർവേഷൻസ് ഡോക്ടർമാർ ഞങ്ങളുടെ അടുത്ത് നേരിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. പരിപാടികൾ നടക്കുമ്പോൾ അത് പാലിക്കപ്പെടേണ്ട സേഫ്റ്റി പ്രോട്ടോക്കോളിനെ കുറിച്ചും ഞങ്ങൾ പല ആളുകളും ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഉണ്ടായിരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഗാലറിയുടെ പുറത്ത് നിർമ്മിച്ച സ്റ്റേജാണ്. സേഫ്റ്റി പ്രോട്ടോക്കോൾസ്
പരിപാടികൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാലിക്കപ്പെടേണ്ട സേഫ്റ്റി പ്രോട്ടോകോൾസ് പാലിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന കൂടി നടത്തേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ ആശുപത്രിയിലെത്തി വിവരങ്ങൾ തേടിയിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ സ്റ്റേഡിയത്തിൽ പരിശോധന നടത്തി. ബി ദിലീപ് കുമാറിനെ മെഡിസിറ്റിയിൽ നിന്നൊപ്പം തന്നെ YS അഭിനന്ദ് സ്റ്റേഡിയത്തിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം അഭിനന്ദിലേക്കാണ്. അഭിനന്ദ്, ഈ സ്റ്റേഡിയത്തിലെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അത് വ്യക്തവുമാണ്, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തവുമാണ്. എന്താണ് അവിടെ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന കാഴ്ചകൾ, വിവരങ്ങൾ? അഭിനന്ദ്. റിജിത്ത്, അശാസ്ത്രീയമായ നിർമ്മാണം ആണെന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് തന്നെ പ്രേക്ഷകരെ കണ്ടത്. ഇപ്പോൾ എന്തായാലും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ സുരക്ഷാ പരിശോധന അടക്കം നടത്തുകയാണ്. കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു ഇത്തരത്തിലൊരു വലിയ സംഭവം ഉണ്ടായത്. ഉമാ തോമസ് MLAക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ ഇപ്പോൾ പുട്ട വിമലാദിത്യ നിൽക്കുന്ന കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഉമാ തോമസ് MLA നിന്നിരുന്നത്. അവിടെ നിന്നാണ് കാല് വഴുതി താഴേക്ക് ഇത്ര വരെ 20 അടി താഴ്ചയിലേക്ക് വിടുന്നത്. ഇവിടെ ഒരു കോൺക്രീറ്റ് സ്ലാബ് ഉണ്ട്. ഈ കോൺക്രീറ്റ് സ്ലാബിൽ തലയിടിക്കുന്നു, തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. ഉടൻ തന്നെ സംഘാടകർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. കൃത്യമായി തന്നെ നമുക്ക് പറയാം, ഇവിടുത്തെ ഒരു അശാസ്ത്ര നിർമ്മാണം വ്യക്തമാക്കുന്നതാണ്. എന്തായാലും ഇവിടെ ഒരു കുറേയധികം കസേരകളുണ്ട്. ഇവിടെ ഇരുന്നാണ് ഗാലറിയാണ്. ഗാലറിയിൽ കുറേയധികം കസേരകളുണ്ട്. ആ കസേരകളുടെ മുന്നിൽ വെച്ചുണ്ടാക്കിയ ഒരു സ്റ്റേജ് എന്ന് മാത്രമേ നമുക്കിതിനെ പറയാൻ സാധിക്കൂ. വല്ലാത്ത ഒരു സ്റ്റേജ് എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. കാരണം 3 ലെയറായി സ്റ്റേജ് നിർമ്മിച്ചു, കുറേ കസേരകൾ ഇട്ടു. ആ കസേരകളിലാണ് പൊതുപരിപാടികൾ സംഘടിപ്പിച്ചത്. അതിൻ്റെ തൊട്ടടുത്ത ലെയറിൽ കൂടുതൽ മ്യൂസിക് പ്രോഗ്രാമുകൾ നടക്കുന്നു. തൊട്ട് താഴെ മറ്റു പരിപാടികൾ. അങ്ങനെ 3 ലെയറായിട്ട് നടന്ന സ്റ്റേജിൽ ലെയറായിട്ട് നിർമ്മിച്ച സ്റ്റേജ് അശാസ്ത്രീയമായ നിർമ്മാണം ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഇതിനോടകം തന്നെ ഇപ്പോൾ സന്ദർശനം നടത്തി നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് സേന ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് YS അഭിനന്ദ് വിവരങ്ങൾ നൽകുകയായിരുന്നു ആ അപകട സ്ഥലത്ത് നിന്ന്. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ അപകട സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധന നടത്തുന്നുണ്ട്. ബി ദിലീപ് കുമാർ കൂടി റിനെ മെഡിസിറ്റിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദിലീപ് കുമാറിലേക്ക് എത്താം. ഇപ്പോഴൊരു ആശുപത്രിയിൽ നിന്നുള്ള പ്രതികരണത്തിലേക്ക്. പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ലഭ്യമാകുമെന്ന് കരുതുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ബി ദിലീപ് കുമാർ ചേരുന്നുണ്ട് റിനെ മെഡിസിറ്റിയിൽ നിന്ന്. ദിലീപ് കുമാർ, കോട്ടയത്തു നിന്നുള്ള വിദഗ്ധ ഡോക്ടേഴ്സിന്റെ സംഘം കൂടി എത്താൻ പോകുന്നു ആശുപത്രിയിലേക്ക്. ഈ ഗുരുതര പരിക്കുണ്ട്, നിരീക്ഷണം വേണം, 24 മണിക്കൂർ നിരീക്ഷണം, അത് പ്രധാനമാണ്. ഡോക്ടേഴ്സ് ഏറ്റവും ഒടുവിലായി വിശദീകരിച്ചത് എന്താണ് ദിലീപ് കുമാർ? റിജിത്ത്, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഇപ്പോൾ കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ യാത്രാമധ്യയാണ്. 11 മണിയോടുകൂടി അവർ കൊച്ചിയിൽ റിനെ മെഡിസിറ്റിയിൽ എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. നേരത്തെ ഇവിടുത്തെ വിദഗ്ധ ഡോക്ടർമാർ, റിനെ മെഡിസിറ്റിയിലെ വിദഗ്ധ ഡോക്ടർമാർ ഉമാ തോമസിനെ പരിശോധിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചികിത്സകളൊക്കെ ഇപ്പോൾ നടക്കുകയാണ്. വെന്റിലേറ്ററിലാണ് ഉമാ തോമസ് ഇപ്പോഴും ഉള്ളത്. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ല എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ല എന്ന് പറയുമ്പോഴും ഉമാ തോമസിന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. 24 മണിക്കൂർ നിരീക്ഷണ വിധേയമാണ് എന്ന കാര്യം കൂടി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. ശ്വാസകോശത്തിനും വാരിയെല്ലിനും പരിക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ തലയ്ക്കും പരിക്കുകളുണ്ട്, മുഖത്തുമൊക്കെ പരിക്കുകളുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ശ്വാസകോശത്തിൽ ഈ രക്തം കട്ട പിടിക്കുന്നുണ്ട് എന്ന കാര്യമാണ് നേരത്തെ ഡോക്ടർമാർ അറിയിച്ചിരുന്നത്. അടുത്ത മെഡിക്കൽ ബുള്ളറ്റിനിലാണ് ഇനി കൂടുതൽ ഈ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ല, അതോടൊപ്പം തന്നെ അമിത രക്തസ്രാവം ഇപ്പോഴില്ല എന്ന കാര്യം കൂടി ഡോക്ടർമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. CT സ്കാനും അതോടൊപ്പം തന്നെ എക്സ്റേകളുടെ അടിസ്ഥാനത്തിലാണ് ആ നിലയിലുള്ള ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ ഡോക്ടർമാർ എത്തിയിട്ടുള്ളത്. ഏതായാലും ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാർ കൂടി എത്തിയതിനു ശേഷമായിരിക്കും കൂടുതൽ വിദഗ്ധ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങൾ. ഇപ്പോൾ വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അബോധാവസ്ഥയിലാണ് ഉമാ തോമസ് ഉള്ളത്. ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ബോധാവസ്ഥയിലായിരുന്നു. പക്ഷേ പിന്നീട് ഈ സെഡേഷനൊക്കെ കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വെന്റിലേറ്ററിൽ ആ നിലയിലേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അബോധാവസ്ഥയിൽ തന്നെയാണ് ഉമാ തോമസ് ഇപ്പോഴും തുടരുന്നത്. റീജിത്ത്. ശരി, ബി ദിലീപ് കുമാർ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തലയ്ക്കും നട്ടെല്ലിനും ശ്വാസകോശത്തിനും MLAക്ക് പരിക്കേറ്റിട്ടുണ്ട്.
പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഉടൻ കൊച്ചിയിലേക്ക് എത്താൻ പോകുന്നു. വിദഗ്ധ സംഘത്തെ ഈ ചികിത്സയ്ക്കായി സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. വി ദിലീപ് കുമാർ RNA മെഡിസിറ്റിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താ മഴയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.